ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശരിയുണ്ടെന്ന് ഇ.പി. തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇ.പി. ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു നേതാവ് ബി.ജെ.പിയുടെ വലിയൊരു നേതാവായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാൻ. അഥവാ അല്ല റിപ്പോർട്ട് ചെയ്യില്ല, കണ്ടതിന് ശേഷം പാർട്ടി റിപ്പോർട്ട് ചെയ്യണം. ഇത് രണ്ടും ചെയ്തിട്ടില്ല എങ്കിൽ ഇ.പി. ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ശോഭാ സുരേന്ദ്രനല്ല, നിങ്ങളായാലും ഞാനായാലും പറഞ്ഞാൽ ശരിയാണെങ്കിൽ അതിനോട് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ഇന്നവർ പറഞ്ഞു എന്നുള്ളതല്ല. ഈ തെറ്റ് ചെയ്തവനേക്കാൾ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞവനെ കുറ്റക്കാരനാക്കി പറയരുത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ കുറിച്ചിക്കരുത്. അദ്ദേഹം ഒരിക്കലും പോകാൻ പാടില്ല. അഥവാ വന്ന് കണ്ടു എന്നു പറഞ്ഞാൽ അങ്ങനെ വന്ന് കണ്ടു എങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് പാർട്ടി റിപ്പോർട്ട് ചെയ്തില്ല? അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിവാദങ്ങൾ ഉണ്ടായി എങ്കിൽ അതെല്ലാം അവരുടേതായ അവരുടേതായ കുളം അവർ തന്നെ അതിനൊരു പരിഹാരം കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കടുത്ത മത്സരമാണ്, പറയുമ്പോൾ എല്ലാം പറയണ്ടേ. കടുത്ത മത്സരമാണ്. ആരിഫ് ഈസി വാക്കോറ അല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടേ ഭൂരിപക്ഷം കിട്ടിയിരുന്നുള്ളൂ. ഇത്തവണ ഒരു കടുത്ത മത്സരം വന്നു എന്ന് പറഞ്ഞ കാരണം തന്നെ കെ.സി. ആലപ്പുഴ നല്ല പേരുള്ള ആളാണ്. അയാളുടെ വരവ്, അതുപോലെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനം അതിഗംഭീരമായി അടിച്ചു കയറി. അവർക്ക് വോട്ട് മുമ്പത്തേക്കാൾ കൂടുതൽ കിട്ടുമ്പോൾ അത് ആർക്കിട്ട് എവിടെ എങ്ങനെ കൊള്ളുമെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇവിടെ N.K. പ്രേമചന്ദ്രൻ MP ആയിരിക്കെ പാർലമെൻറ്റ് മന്ദിരത്തിൽ മറ്റ് 10 MP-മാരോടൊപ്പം പ്രധാനമന്ത്രി വിളിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അത് വലിയ രീതിയിൽ വിമർശനവും അദ്ദേഹത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു MP-യെ വിളിച്ചുകൊണ്ട് ഒരു ചായ സൽക്കാരം നടത്തിയെങ്കിൽ അത് കുടിക്കാൻ നമ്മൾ പോയുവെങ്കിൽ കഴിച്ചുവെങ്കിൽ എന്താ തെറ്റ്? ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയല്ലേ അത്? മറ്റുള്ളവരും ചെയ്യാറില്ലേ? അതൊക്കെ നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമില്ല. അത് രാഷ്ട്രീയ അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. പുള്ളി ഒരു തേജോവധം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ചർച്ചയായല്ലോ. ആ ചർച്ച വന്നപ്പോൾ ഒരു സംവാദമായല്ലോ. പുള്ളിയെപ്പറ്റി വേറെ വല്ലതും പറയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാത്തപ്പോൾ ഇതുപോലുള്ള ചിലതെല്ലാം ഉണ്ടാക്കി പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനാർക്കും വിരോധം തോന്നിയാലും തിരക്കില്ല. അത് നമ്മൾ കുറേ കൂടെ വിശാലമായിട്ട് കാണണം. രാഷ്ട്രീയക്കാർ വിവിധമായ അഭിപ്രായ വ്യത്യാസത്തോട് ഇരിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഒരു മേശയ്ക്ക് മുമ്പ് പലപ്പോഴും പല വിവാഹങ്ങൾക്ക് ഒന്നിച്ചു കൂടാറില്ലേ? അവർ ഒന്നിച്ച് സംവാദം നടത്താറില്ലേ? സംഭാഷണം നടത്താറില്ലേ? അതൊക്കെ സ്വാഭാവികമാണ്. അതിനൊരു വലിയൊരു കുറ്റമായി കാണണം എന്നെനിക്ക് തോന്നുന്നില്ല.